ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ അതിലും ചിലവ് കുറച്ചുകൊണ്ട് വളരെ രുചികരമായിട്ടുള്ളൊരു അവിൽ മിൽക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 മഞ്ച് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിലക്കടല, ചെറി, അതുപോലെ ബദാം ഇവയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ബദാം ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിലക്കടലയും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുകയാണ്. അതിലേക്ക് ഇതുപോലെ ചെറുപഴം ഒരു 5-6 ഞാനിങ്ങനെ ചേർക്കുകയാണ്. അതിനുശേഷം നല്ല കട്ടിപ്പാൽ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള കട്ടിപ്പാൽ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിക്കാൻ പോവുകയാണ്. ഒരു 5-6 പേർക്കുള്ള അവിൽ മിൽക്കാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടി ചേർത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. 2 സ്പൂണാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനും മധുരത്തിനും അനുസരിച്ചെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ച് എടുക്കണം. ഇതുപോലെ അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പൊരിയവിൽ ചേർക്കുകയാണ്. ഒരു 2 പിടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അവിൽ മിൽക്കിൻ്റെ രുചി എന്ന് പറയുന്നത് ഈ പൊരിയവിലാണ്. സാധാ അവിലിനേക്കാളും ടേസ്റ്റും ഇത് തന്നെയാണ്. പിന്നെ കുറച്ച് നിലക്കടല ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുകയാണ്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നേരത്തെ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെയും അതുപോലെ പാലിൻ്റെയും മിക്സ് ഇതുപോലെ ചേർക്കുകയാണ്. ഇതിന് ശേഷം കുറച്ച് കട്ടിപ്പാൽ, നല്ല തണുത്ത പാൽ ഇതിൻ്റെ മുകളിലൂടെ കുറച്ചൊന്ന് ചേർക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയാണ് പിന്നെ തുടങ്ങുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ഐസ്ക്രീം വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ മഞ്ച് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മഞ്ച് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർക്കുകയാണ്. അതിൻ്റെ നടുവിലായിട്ട് നമ്മളൊരു ചെറി കൂടി വെക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗിയല്ലേ. അതുകൂടി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബദാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കറേഷൻ പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ ഒരു മഞ്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്ന് മുറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം, ഒരു ഭംഗിക്കും ഒക്കെ ആയിട്ട്. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്